ഗുഡ് മോർണിംഗ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ചാണ്. വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ക്ലാസിക്കൽ economics or classical ideologies or the theories developed by the classical economics. One of the important feature of classical economics is full employment. And this full employment means absence of involuntary unemployment. That is a main idea of classical economics. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്ന സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് ഒരു മോഡലാണ് അതിൽ ജെബിസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇൻ ആൻ എക്കോണമി ദർ വിൽ ബി ഓൾവേസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓർ ഇക്കോണമി വിൽ ബി ഇൻ എ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ അവിടെ ഒരു എക്സസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഇല്ല, അൺഎംപ്ലോയ്മെൻ്റ് ഇല്ല, ഓവർ പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നാണ് നമ്മൾ ആ സെയിൽസ് ലോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ടാണ് ഈ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് വരുന്നത്. ആൻഡ് ദിസ് ഈസ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ജസ്റ്റ് ലൈക്ക് ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് മോഡൽ. This is also another important feature of classical ideology or classical theories. And also one of the pillars of the classical ideology is wage price flexibility. And it is through this wage price flexibility full employment in an economy is attained. അപ്പോൾ നമ്മൾ ഈ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയിലൂടെയാണ് നമുക്കൊരു എക്കോണമിയിൽ ഈ ക്ലാസിക്കൽസ് പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് ഈ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഒരു ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സപ്പോസ് ദർ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ആൻ എക്കോണമി, ദെൻ അൺഎംപ്ലോയ്മെൻറ്റ് മീൻസ് ഇൻ ക്ലാസിക്കൽസിൻ്റെ ഒപ്പീനിയനിൽ എക്കോണമിയിൽ ഉള്ള അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റ് വോളണ്ടറി അല്ലാത്ത അല്ലെങ്കിൽ ആൾക്കാർ വർക്ക് ചെയ്യാൻ റെഡിയാണ് പക്ഷെ വർക്കില്ല, അല്ലെങ്കിൽ അവർ അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹൈ വേജ് റേറ്റ്. അപ്പോൾ വേജ് റേറ്റ് ഉയർന്നിരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ എക്കോണമിയിലാണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ നോക്കുക. അപ്പോൾ ഒരു ഉയർന്ന വേജ് നിരക്കിൽ ഒരു തൊഴിൽ ഉടമ അല്ലെങ്കിൽ സംരംഭകൻ ഒരിക്കലും കൂടുതൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കില്ല. അപ്പോൾ ഒരു തൊഴിൽ ഉടമയെ സംബന്ധിച്ച് അയാൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? അയാൾ വർക്കേഴ്സിൻ്റെ വേജ് കുറഞ്ഞിരിക്കുമ്പോഴായിരിക്കും. അപ്പം അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ഹൈ വേജ് റേറ്റ്. അപ്പോൾ അതാണ് ക്ലാസിക്കൽസ് പറയുന്ന മെയിനായിട്ടുള്ളൊരു ഐഡിയ. എക്കോണമിയിലുള്ള അൺഎംപ്ലോയ്മെൻറ്റിനുള്ള കാരണം ഈ പറയുന്ന ഹൈ വേജ് റേറ്റാണ്. അപ്പോൾ വേജ് റേറ്റ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഈ പറയുന്ന അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന പ്രോബ്ലം ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ത്രൂ ദ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻ ആൻ എക്കോണമി ക്യാൻ ബി അറ്റൈൻഡ് ഓർ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ്. അപ്പോൾ അത് എങ്ങനെ ഈ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയിലൂടെ പോസിബിൾ ആകും എന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈ വേജ് റേറ്റ് വരുമ്പോൾ നോർമലി ദെയർ വിൽ ബി അൺഎംപ്ലോയ്മെൻറ്റ്. ആൻഡ് ഇൻ സച്ച് ഒക്കേഷൻ ഓർ സച്ച് സിറ്റുവേഷൻ there is a wage cut. That means wage is reduced from previous high wage rate. അപ്പോൾ ആ ഉയർന്ന വേജ് നിരക്കിൽ നിന്നും വേജ് കുറയുന്നു എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നോർമലി എന്തായിരിക്കും ചെയ്യുക? ഈ എംപ്ലോയേഴ്സ് അവർ കൂടുതലായിട്ട് വർക്കേഴ്സിനെ ഡിമാൻഡ് ചെയ്യും. ഡിമാൻഡ് ഫോർ വർക്കേഴ്സ് വിൽ ഇൻക്രീസ്. അപ്പം അതെങ്ങനെ വർക്കേഴ്സിൻ്റെ ഡിമാൻഡ് കൂടുന്നു എന്നുള്ളത് ഞാൻ പറയാം. വേജ് കുറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ കേസ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? നമ്മൾ മൈക്രോയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വേജ് കുറയുന്നതനുസരിച്ച് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ എന്ത് സംഭവിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കുറയും.
because wage is one of the labor is one of the important inputs used in production, and remuneration paid to the workers are also is also part of cost of production. That means when wage rate decreases means the cost of production also decreases. അപ്പം വേജ് റേറ്റ് കുറയുന്നതിനനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കുറയും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ആൾക്കാർ കൂടുതലായിട്ട് വാങ്ങുമോ കുറച്ച് വാങ്ങുമോ? നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് അല്ലെ ഡിമാൻഡ് തിയറിയിലൊക്കെ നമ്മൾ എന്താ പഠിച്ചേക്കണേ? ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ആ പ്രോഡക്റ്റ് കൂടുതലായിട്ട് ആൾക്കാർ കൺസ്യൂം ചെയ്യും. വെൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസസ് നോർമലി ദി പ്രൈസസ് ഓഫ് ദി കമ്മോഡിറ്റീസ് വിൽ കം ഡൗൺ. എക്സ്പെൻസ് കുറയുമ്പോൾ നോർമലി എന്താണ്, ആ കമ്മോഡിറ്റിയുടെ പ്രൈസും താഴേക്ക് വരും. വെൻ ദ പ്രൈസ് ഡിക്രീസസ് ദ ഡിമാൻഡ് ഫോർ ദറ്റ് കമ്മോഡിറ്റി ഇൻക്രീസസ്. വെൻ ദി ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി ഇൻക്രീസസ് the producers starts producing more and more units of output. അപ്പോൾ അങ്ങനെ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം? കൂടുതൽ വർക്കേഴ്സിനെ ഡിമാൻഡ് ചെയ്യണം. അപ്പോൾ അതിലൂടെ എന്താണ്, ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ആൻഡ് സച്ച് വേജ് കട്ട് വിൽ കണ്ടിന്യൂ until the economy reaches at a full employment level or reaches the point of full employment. അപ്പോൾ ആ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് വരെ ഈ പറയുന്ന വേജ് കട്ട് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ക്ലാസിക്കൽസിൻ്റെ മറ്റൊരു മെയിനായിട്ടുള്ള ഒരു ഐഡിയ. അപ്പോൾ ഒന്നുകൂടി പറയാം, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് the theories, it's another important leading important model of classical economics. It's an important feature of classical ideology, and it is through the wage price flexibility full employment in an economy is attained. And how it is attained, that's a question. അപ്പോൾ അതെങ്ങനെ അറ്റൈൻ ചെയ്യുന്നതാണ്? When the wage decreases, more workers will be demanded, because when wage reduces, the cost of production will be reduced. As a result, the price of the commodity will be reduced, and that ultimately leads to an increase in the demand for that commodity, and automatically the producers or the employers will employ more workers, or they demand more workers, and this process of wage cut continue until the full employment level is attained in an economy. And this can be explained using the diagram. അപ്പോൾ ഇതിൽ നമുക്ക് ഡയഗ്രത്തിൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് എക്സ് ആക്സിൽ മെഷർ ചെയ്തിരിക്കുന്നു, പ്രൈസ് വൈ ആക്സിൽ മെഷർ ചെയ്തിരിക്കുന്നു. ആൻഡ് എ എസ് ഇറ്റ്സ് എ വെർട്ടിക്കൽ ലൈൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ദറ്റ് ഈസ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ്, ആൻഡ് എ ഡി ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. സപ്ലൈ ഓഫ് ലേബർ ആൻഡ് ഡിമാൻഡ് ഫോർ ലേബർ, അതാണ് അതിൻ്റെ അകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ ഡി ഡിമാൻഡ് ഫോർ ലേബർ, എ എസ് സപ്ലൈ ഓഫ് ലേബർ. ആൻഡ് ദ സപ്ലൈ കർവ് ഈസ് വെർട്ടിക്കൽ ഓർ പാരലൽ ടു വെർട്ടിക്കൽ ആക്സിസ്. എന്തുകൊണ്ടായിരിക്കാം? ദാറ്റ് ഷോസ് ഇൻ ദ ലോങ് ടേൺ എക്കോണമി വിൽ ബി ഇൻ എ ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ. ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ് വരുമ്പോഴത്തേന് എന്താണ്, നോർമലി ദ സപ്ലൈ ഓഫ് ലേബർ ബിക്കംസ് വെർട്ടിക്കൽ. ദാറ്റ് മീൻസ് ദ ഹോൾ വർക്കേഴ്സ് ആർ എംപ്ലോയിഡ്. ഞാൻ എല്ലാവരും എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നീട് എത്ര വേജ് കൂട്ടിയാലും ആൾക്കാരെ കിട്ടുമോ? ഇല്ല, ഫുൾ ആൾക്കാർ അവിടെ എംപ്ലോയിഡായി. അതുകൊണ്ട് അത് അറ്റ് എ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ the supply curve of labor is perfectly inelastic. That means further increase in the wage rate cannot increase the supply of labor. അപ്പോൾ അതുകൊണ്ട് ലോങ് ടേണിൽ അല്ലെങ്കിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ സപ്ലൈ കർവ് വെർട്ടിക്കൽ ആയിരിക്കും. ബട്ട് ദി ഡിമാൻഡ് ഫോർ ലേബർ കണ്ടിന്യൂസ്ലി ഡിക്രീസസ്, ബിക്കോസ് ഡിമാൻഡ് ഫോർ ലേബർ ക്യാൻ ബി ഇൻക്രീസ് ഓൺലി ഇഫ് വേജസ് ആർ ലോ. വേജ് കുറഞ്ഞെങ്കിൽ മാത്രമേ ആൾക്കാർ അവിടെ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എംപ്ലോയേഴ്സ് അവിടെ കൂടുതൽ വർക്കേഴ്സിനെ ഡിമാൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, വി ആർ ഹാവിങ് ടു പ്രൈസസ്, പ്രൈസ് 4 ആൻഡ് പ്രൈസ് 2. ലെറ്റ്സ് സീ ദ പ്രൈസ് വെൻ ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഈസ് 4. അപ്പോൾ 4 രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് ആയിരുന്നു. അപ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയാം, അല്ലെ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട്, അല്ലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആയിരുന്നു. ദാറ്റ് മീൻസ് 100 യൂണിറ്റ്. പക്ഷേ അവിടെ എന്താണ്, ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ? സപ്ലൈ വെർട്ടിക്കൽ സപ്ലൈ കർവിൻ്റെ അവിടം വരെ ഡിമാൻഡ് വന്നിട്ടില്ല. ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലെസ് ദാൻ ദ സപ്ലൈ ഓഫ് ലേബർ. ദാറ്റ് മീൻസ് ദെയർ എക്സിസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി ഈ പ്രൈസ് 4-ൽ നിന്ന് 2 കുറഞ്ഞു. അപ്പോഴേക്കും എന്താ സംഭവിച്ചത്?
പ്രൊഡക്ഷൻ 100-ൽ നിന്നും 200 യൂണിറ്റ്സ് ആയിട്ട് കൂടി. ആ 200 യൂണിറ്റ് ആയിട്ട് കൂടിയപ്പോൾ എന്താണ്, ഡിമാൻഡ് ഫോർ ലേബർ കർവ് ഇൻ്റർസെക്റ്റ് വിത്ത് സപ്ലൈ ഓഫ് ലേബർ ആൻഡ് ഇറ്റ് ഈസ് അറ്റ് ദ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ആൻഡ് ദ 200 യൂണിറ്റ് ഈസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. എന്തുകൊണ്ടാണ് ഈ പ്രൈസ് കുറഞ്ഞത് കമ്മോഡിറ്റിയുടെ? അത് ഈ പറയുന്ന വേജ് റേറ്റ് കുറഞ്ഞതിൻ്റെ ഫലമായിട്ട്. വേജ് കുറഞ്ഞപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ പ്രൈസ് കുറഞ്ഞു, ആൻഡ് പ്രൈസ് കുറഞ്ഞ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ വർക്കേഴ്സിനെ, കൂടുതൽ കമ്മോഡിറ്റീസ് ഡിമാൻഡ് ചെയ്തു. കൂടുതൽ കമ്മോഡിറ്റി ഡിമാൻഡ് വർദ്ധിച്ചപ്പോൾ നോർമലി ഡിമാൻഡ് ഫോർ വർക്കേഴ്സ്, ഡിമാൻഡ് ഫോർ ലേബേഴ്സ് ഇൻക്രീസ്ഡ്, ആൻഡ് ദാറ്റ് പ്രോസസ് കണ്ടിന്യൂഡ്, ഓർ പ്രോസസ് ഓഫ് വേജ് കട്ട് കണ്ടിന്യൂഡ് അണ്ടിൽ the full employment level of output is reached. That is OF is a full employment level of output, or that's a full employment level, for full employment level of equilibrium, equilibrium level of full employment. അതാണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലാസിക്കൽസ് പറഞ്ഞാൽ എന്താണ് മെയിനായിട്ടും വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മുടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗം. If wages are sticky or rigid, it's not possible to attain full employment level. അപ്പോൾ നമ്മൾ ഈ കെയ്നീഷ്യൻ കൺസെപ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഇതിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, താങ്ക് യു.